മഹാഭാരതത്തിൽ ധാർമ്മികതയുടെ ഉജ്ജ്വല പ്രതീകമായിരുന്നു ഒരു മനുഷ്യൻ. രാജകുമാരനായി ജനിച്ചിട്ടും ചക്രവർത്തിയായി ജീവിക്കാനാവാതെ പോയവൻ. അവൻ ആയിരുന്നു കർണൻ. കർണൻ കുന്തി ദേവിയുടെ ആദ്യജാതൻ. പക്ഷേ ഒരു ദുരന്തം പോലെ തള്ളപ്പെട്ടു. ഒരു രഥസാരഥിയുടെ വീട്ടിൽ വളർന്നതുകൊണ്ട് സാമൂഹിക പരിഗണനയ്ക്കപ്പുറം അവൻ വളരേണ്ടി വന്നു. കുരുക്ഷേത്ര യുദ്ധത്തിനു മുന്നോടിയായി ദേവേന്ദ്രൻ അർജുനന്റെ രക്ഷയ്ക്കു വേണ്ടി ഒരു യാചകനായി വേഷമിട്ട് കർണനെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചത് ഇതാണ്: കർണാ, എനിക്ക് നിന്റെ കവചവും കുണ്ടലവും വേണം. അവനത് തന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന വസ്ത്രം പോലെയാണ്. അത്രയും വേദനയോടെ അവൻ തന്റെ മുഷ്ടികളാൽ അതു കീറിപ്പറിച്ചു. രക്തം ഒഴുകി. വേദന കാണിച്ചില്ല. ഹൃദയത്തിൽ ധാർമ്മികത മാത്രമുണ്ടായിരുന്നു. എനിക്ക് കഴിയുമ്പോൾ ദാനം ചെയ്യുന്നതാണ് എന്റെ ധർമ്മം. നിങ്ങൾ ആരായാലും പ്രശ്നമില്ല. വിസ്മയത്തിൽ മുങ്ങി ദേവേന്ദ്രൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അനുഗ്രഹിച്ചു: കർണാ, നീ യുദ്ധത്തിൽ തോറ്റാലും നിനക്ക് എക്കാലവും വിജയിയുടെ സ്ഥാനമുണ്ട്.